ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സജീവേട്ടൻ ഇന്നും നേരത്തെ പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വേഗം ഗ്രിൽസ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടേൻ്റെ മുകളിൽ, അതായത് കൂടേൻ്റെ വാർപ്പിൻ്റെ മുകളിൽ ഒരു 3-4 കുരങ്ങന്മാർ കേട്ടോ. അപ്പോൾ കൂടാന്ന് പറയുന്നത് ഞങ്ങൾ ഈ കണ്ണൂർ വിറക് പുരയ്ക്ക് കൂടാന്ന് കേട്ടോ പറയാം. അങ്ങനെ ഇന്ന് ഞാൻ കുരങ്ങിനെയാണ് കണി കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ സജീവേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് ദോശയും അതുപോലെ മുട്ടക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായക്കടിയൊക്കെ കുടിച്ചിട്ട് സജീവേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ പോകാൻ നേരത്തെ ഫോൺ എടുക്കാൻ മറന്നുപോയി, അതുപോലെ താക്കോൽ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം സജീവേട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ ഞാനിന്ന് സജീവേട്ടൻ പോയതിന് ശേഷം ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴത്തേനും മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ സ്കൂളിൽ പോകാൻ നേരത്ത് മാത്രമേ അങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ആട്ടോ എന്തെങ്കിലും കഴിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേനും മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ മീൻ വന്നിട്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ കല്യാണത്തിന് പോയതാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ കുറച്ച് സ്റ്റൈലാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് മത്തിയാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ മത്തി എന്ന് പറഞ്ഞപ്പോൾ അതും പറഞ്ഞ് ചിരിക്കുമായിരുന്നു. കാരണം ഞാൻ അധികം മത്തി തന്നെയാട്ടോ വാങ്ങിക്കുക. എനിക്ക് ബാക്കിയുള്ള മീനൊക്കെ വാങ്ങിക്കും, എന്നാലും കൂടുതൽ വാങ്ങിക്കുന്നത് മത്തി തന്നെയാണ്. അങ്ങനെ മീൻ വാങ്ങിച്ച് പോയതിന് ശേഷം ഞാൻ കുമാരി ചേച്ചിനെ കണ്ടു കേട്ടോ. കുമാരി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഓലയ്ക്ക് വേണ്ടി വന്നതാണ്. പച്ച ഓലക്ക്, അതായത് അവർ ചൂല് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ച ഓല ഇവിടുന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എടുത്തിട്ട് വരും കേട്ടോ. അങ്ങനെ കുമാരിയാച്ചി ഓലയായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഇന്നലെ ചിക്കന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് സജീവേട്ടൻ തലേന്നേ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണെന്ന് ആദ്യമേ പറയാത്തത് കൊണ്ട് ഒക്കെ പീസാക്കിയിട്ട് കറി വെക്കാൻ പാകത്തിനാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞുമോളെ എഴുന്നേറ്റു. പിന്നെ മോളെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞേച്ചി ഇങ്ങനെ ശല്യം ചെയ്യുക കേട്ടോ. അവളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അതും എഴുന്നേറ്റ പാടെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ഞാനങ്ങനെ ഒന്നും ചെയ്യുന്ന വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് അവൾ കുറച്ചെങ്കിലും അങ്ങനെ അടങ്ങിയിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഉറക്ക് ശരിക്ക് പോകുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം കിടക്കയിൽ ഇങ്ങനെ കിടന്ന് ഉള്ള ഇഷ്ടത്തിന് കുറച്ച് നേരം കളിക്കും കേട്ടോ. ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് ഷാഠ്യം കുറച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഷാഠ്യം പിടിക്കും കേട്ടോ. അപ്പോൾ അവളുടെ ആ ഉറക്ക ക്ഷീണമൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങ് പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് കളി ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ അതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് നേരം പുന്നാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ അടുക്കളയിലേക്ക് വീണ്ടും പോയിട്ടാണ്. അങ്ങനെ കുഞ്ഞുമോൾക്ക് TV തുറന്ന് വെച്ച് ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തുടങ്ങി. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ ഞാൻ നിമ്മിക്ക് അപ്പുറത്ത് കൊടുത്തു വിടും കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറം കൊടുക്കും, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരും. അങ്ങനെ ഞങ്ങൾ 2 ആൾക്കാർ മാത്രമാണ് അടുത്തുള്ളത്. കുടുംബക്കാരെന്ന് പറയാൻ അടുത്ത് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ദൂരത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ചിക്കൻ ഇങ്ങനെ വറുത്ത് ആയൊരു പാനിൽ തന്നെ ആട്ടോ ഞാൻ ഉള്ളിയും വാട്ടുക. അതൊന്നും എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഉള്ളി വാട്ടാൻ വേണ്ടി എടുക്കുക. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ വറുത്തായൊരു ഇതിൽ തന്നെ ഉള്ളി വാട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് കല്യാണത്തിനോ അല്ലെങ്കിൽ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്താ കിട്ടാത്തതെന്ന് എപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം യൂട്യൂബിൽ കണ്ടു. പിന്നെ അതുപോലെ ഇവിടുന്ന് അടുത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ അതൊക്കെ ചോദിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ അകത്ത് ഈ മല്ലിയില ചെറുതായിട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഈ മല്ലിയില വാട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ഞാൻ പഞ്ചസാരയും കൂടി വിതറിയിട്ട്, അപ്പോഴാണ് കുറച്ച് ചെറിയൊരു മധുരം കൂടി ഉണ്ടാവുക. ഈ കല്യാണത്തിനൊക്കെ മസാലയ്ക്ക് ചെറിയൊരു മധുരം ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ ആട്ടോ ഉണ്ടാക്കുക. അതിന് ശേഷം ഞാൻ പിന്നെ ആ ഒരു കപ്പിൽ കുക്കറിലാട്ടോ ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുന്നത്. അപ്പം കുക്കറിൽ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് വേഗം കുക്കറിൽ ഉണ്ടാക്കി. പിന്നെ ഒരു വിസിൽ മതി കേട്ടോ, അപ്പോഴത്തേന് തന്നെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതൊന്നും വാട്ടിയിട്ട് ആദ്യമേ വെക്കൂല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് മാത്രമല്ല ഇവിടെ ആർക്കും അതത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ അരി ഇടുന്ന സമയത്ത് കുറച്ച് ക്യാരറ്റ് അതുപോലെ കറിവേപ്പില അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യൂ. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നു കഴിഞ്ഞാൽ പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ആക്കി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അപ്പോഴത്തേനും കുഞ്ഞുമോളും പൊന്നും കൂടെ നിമ്മീൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവിടെയൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവർ വീട്ടിലുള്ള സമയത്ത് എൻ്റെ പണികളൊന്നും ഒരുങ്ങൂല. അങ്ങനെ അവരപ്പുറം പോയ സമയത്തേക്ക് ഞാൻ മൊത്തം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഈ ഒരു ബോളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വെറുതെ കേട്ടോ. അതൊന്നും എടുത്ത് കളിക്കൊന്നുമില്ല. അവൾക്ക് ഈ വെള്ളവും പിന്നെ അതുപോലെ മുറ്റത്തൂടെ നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങി വെറുതെ പൈസ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഞാനിങ്ങനെ പാട്ടൊക്കെ വെച്ചതിന് ശേഷമാട്ടോ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുക. എന്നും അങ്ങനെയല്ല, എന്നാലും മിക്ക ദിവസങ്ങളിലും അങ്ങനെയായിരിക്കും. മോൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഉറക്കപ്പാട്ട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. മോളിൽ ഉറങ്ങി എഴുന്നേറ്റ സമയത്താണെങ്കിൽ ഞാൻ ഇതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, മടുപ്പ് തോന്നില്ല നമുക്ക് ഓരോ കാര്യം ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ. അങ്ങനെ ഞാൻ പാട്ടൊക്കെ വെച്ചതിന് ശേഷമാണ് മുഴുവൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണനും പൊന്നും കൂടെ വന്നു. പിന്നെ ഞാൻ കണ്ണനെ കുളിപ്പിച്ച് അപ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് പിന്നെ കണ്ണൻ എന്തോ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഒന്നും എല്ലാം ഒന്നും കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇന്നെന്തോ അവർക്ക് നല്ല വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണനും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ പൊന്നും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ അവർ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അടുക്കളയൊക്കെ മുഴുവൻ വൃത്തിയാക്കി ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പൊന്നുവിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ആമിന എന്ന് പറഞ്ഞൊരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പൊന്നു ഫോണും കൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ അലക്കാൻ വേണ്ടി പോയിട്ടാണ്. ഞാൻ സാധാരണ രാവിലെ തന്നെ അലക്കും, പക്ഷേ ഇന്ന് പൊന്നുവിന് ലീവ് ആണല്ലോ, അതുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കലും ബിരിയാണി ഉണ്ടാക്കലും കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുരങ്ങ് ശല്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 3-4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ആ മരത്തിൽ മുഴുവൻ കുരങ്ങാണ്. ഒരുപാട് കുരങ്ങുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അത്രയ്ക്ക് ശല്യമാണ് കുരങ്ങിനെ കൊണ്ട്. അപ്പോൾ അതിന് ശേഷം അലക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ഉള്ളി ഒക്കെ അരിഞ്ഞതിൻ്റെ ഉള്ളിത്തോലുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ചെടിക്ക് മുഴുവൻ നനക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.